പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത പാതിരിയുടെ ജീവപര്യന്തം 20 വർഷമായി കുറച്ചു. തന്റെ ഇടവകയിലെ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിൽ ജീവപര്യന്തം ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പാതിരിയുടെ ഹർജിയിൽ പള്ളി വികാരിയുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. എന്നാൽ വിചാരണ കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷ 20 വർഷം കഠിന തടവായി ജസ്റ്റിസുമാരായ PB സുരേഷ് കുമാർ, ജോൺസൺ ജോൺ എന്നിവരുടെ ബെഞ്ച് കുറച്ചു. വികാരിക്ക് ഒളിവിൽ പോകുവാൻ സഹായം ചെയ്തു കൊടുത്തു എന്നതിന്റെ പേരിൽ വിചാരണ കോടതി ശിക്ഷിച്ച അദ്ദേഹത്തിന്റെ സഹോദരനെ ഹൈക്കോടതി വെറുതെ വിടുകയും ചെയ്തു. ഇത് ദൈവത്തിന്റെ മഹാ അനുഗ്രഹമാണെന്ന് പീഡനവീരൻ പാതിരി പറഞ്ഞുകൊണ്ട് 3 പ്രാവശ്യം കുരിശു വരയ്ക്കുകയും ചെയ്തു. തൃശൂർ ജില്ലയിലെ പള്ളിയിൽ സേവനമനുഷ്ഠിച്ചിരുന്ന സമയത്ത് എഡ്വിൻ ഫിഗറസ് എന്ന തൊപ്പിത്തൊഴിലാളി അന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയെ 2014-2015 കാലയളവിൽ തുടർച്ചയായി ലൈംഗികമായി പീഡിപ്പിച്ചു എന്നതായിരുന്നു കേസ്. തുടർന്ന് എറണാകുളം പോക്സോ കോടതി ഫിഗറസ് പാതിരിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു. കേസെടുത്തതോടെ ഫിഗറസ് പാതിരി ഒളിവിൽ പോവുകയും പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. രക്ഷപ്പെടുവാൻ ഫിഗറസ് പാതിരിയെ സഹായിച്ചു എന്ന പേരിൽ സഹോദരൻ സിൽവസ്റ്റർ ഫിഗറസിനെയും വിചാരണ കോടതി ശിക്ഷിച്ചിരുന്നു. എന്നാൽ മറ്റൊരു കാര്യം പറഞ്ഞാണ് ഫിഗറസ് പാതിരിയുടെ സഹോദരന്റെ കാറുമായി പോയത് എന്നതിനെ അവിശ്വസിക്കേണ്ടതില്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് കോടതി സഹോദരനെ വെറുതെ വിട്ടത്. പ്രതി ഒരു പുരോഹിതൻ ആയതിന്റെ ബഹുമാനം ആ സമൂഹത്തിലുണ്ടെന്നും അതുകൊണ്ട് തന്നെ സഹോദരൻ പറഞ്ഞത് സിൽവസ്റ്റർ വിശ്വസിച്ചിട്ടുണ്ടാകുമെന്നും പറഞ്ഞ ഹൈക്കോടതി വിചാരണ കോടതി വിധിച്ച ശിക്ഷ റദ്ദാക്കുകയും ചെയ്തു. സഹോദരനായ കൂദാശ തൊഴിലാളിയെ രക്ഷിക്കുവാൻ നോക്കിയ സിൽവസ്റ്ററും ഇത് വലിയ ദൈവകൃപയാണ് എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം കുരിശു വരച്ചു. ഇതേസമയം എഡ്വിൻ ഫിഗറസിനെതിരായ കുറ്റം യാതൊരു സംശയവുമില്ലാതെ തെളിഞ്ഞിട്ടുണ്ടെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. അതിജീവിതയായ പെൺകുട്ടിയുടെ മൊഴിയും മെഡിക്കൽ റിപ്പോർട്ടുകളും സാക്ഷിമൊഴികളുമെല്ലാം പ്രതിക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ ഉതകുന്നതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി. അതുകൊണ്ട് തന്നെ കുറ്റക്കാരനെന്ന വിചാരണ കോടതിയുടെ വിധി നിലനിൽക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. എന്നാൽ എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് ശിക്ഷാവിധി പരിഷ്കരിക്കുകയാണെന്നും ജീവപര്യന്തത്തിന് പകരം 20 വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കുകയാണെന്നും കോടതി വിധിച്ചു. ഇനി 13കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കത്തോലിക്ക പുരോഹിതൻ റോബിൻ വടക്കഞ്ചേരി ചെയ്തതുപോലെ കുട്ടിയെ പ്രായപൂർത്തിയാകുമ്പോൾ വിവാഹം കഴിച്ചുകൊള്ളാം എന്നൊരു അപേക്ഷ കൊടുത്ത് രക്ഷപ്പെടുവാൻ നോക്കുമോ എന്ന് കണ്ടറിയണം. ആൺകുഞ്ഞുങ്ങളെയും പെൺകുഞ്ഞുങ്ങളെയും പാതിരിപ്പാമ്പുകളുടെ അടുത്ത് സൺഡേ സ്കൂളെന്നും പാട്ട് പഠിക്കാനെന്നും കീബോർഡ് പഠിക്കാനെന്നും പറഞ്ഞ് കുഞ്ഞുങ്ങളെ അയക്കുന്ന മാതാപിതാക്കൾ ജാഗ്രതയെ സന്മാർഗം പഠിക്കാൻ വിട്ട് പാതിരിമാരുടെ ദുർമാർഗത്തിന് അവരെ ഇരകളാക്കരുത്.